ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് വൃശ്ചികം 28 നാരായണീയ ദിനമാണ്. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 32 മത്സ്യാവതാരം. ഭഗവാൻ മത്സ്യാവതാരം എടുക്കാനുള്ള കാരണമാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. പണ്ട് ചാക്ഷുഷം എന്ന 6-ാം മന്വന്തരത്തിൻ്റെ അവസാനം ഉറക്കത്തിലേക്ക് വഴുതി വീണ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും ഹയഗ്രീവൻ എന്ന മഹാസുരൻ വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി. ആ അസുരന് തല കുതിരയുടെയാണ്, അതുകൊണ്ടാണ് ഹയഗ്രീവൻ എന്ന പേര് വന്നത്. ഈ വേദങ്ങൾ ഈ അസുരനെ കൊന്ന് വീണ്ടെടുക്കുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ മത്സ്യരൂപം സ്വീകരിച്ചത്. ആ സമയത്ത് കൃതമാല നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന സത്യവ്രതൻ എന്ന ദ്രാവിഡ രാജാവിൻ്റെ കൈക്കുമ്പിളിലെ ജലത്തിൽ ഉജ്ജ്വല ശോഭയോടു കൂടിയ ഒരു ചെറിയ മത്സ്യം അവതരിക്കുന്നു. കയ്യിൽ വന്നുപെട്ട ആ കുഞ്ഞു മത്സ്യത്തെ അദ്ദേഹം നദിയിൽ തന്നെ നിക്ഷേപിക്കുന്നു. ആ ചെറിയ മത്സ്യം വല്ലാതെ ഭയന്നവനെന്ന വണ്ണം സത്യവ്രത രാജർഷിയോട് പറയുന്നു, എന്നെ രക്ഷിക്കൂ, ഈ നദിയിൽ എനിക്ക് സുരക്ഷയില്ല, എന്നെയും താങ്കളുടെ കൂടെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ജലപാത്രത്തിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ മത്സ്യരൂപത്തിലുള്ള ഭഗവാൻ, ലോകമെങ്ങും നിറഞ്ഞ ആ ഭഗവാൻ ആ പാത്രത്തിൽ ഒതുങ്ങിയില്ല. തുടർന്ന് കിണറ്റിൽ നിക്ഷേപിച്ചു. പിന്നെയും വളർന്നതിനാൽ കുളത്തിലിട്ടു. അവിടെയും വളർന്നു വലുതായി കൊള്ളാതായി. പിന്നീട് പൊയ്കയിലിട്ടു. അവിടെയും നിറഞ്ഞു നിന്നു. അങ്ങനെ ആ മത്സ്യം ഓരോ ജലാശയത്തിലും വളർന്നു കൊണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യോഗശക്തി കൊണ്ട് രാജർഷി സത്യവ്രതനാൽ സമുദ്രത്തിൽ കൊണ്ടുപോയാക്കി. പ്രളയം കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് സത്യവ്രതൻ ഭഗവാനോട് പറയുന്നു. പ്രളയാവസ്ഥ കാണാൻ ആഗ്രഹിച്ച സത്യവ്രതനോട് 7 ദിവസം ക്ഷമിച്ചിരിക്കാൻ പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമാവുന്നു. അങ്ങനെ പ്രളയം കാണാൻ ആഗ്രഹിക്കുന്ന രാജാവിനോട് ഭഗവാൻ പറഞ്ഞ അവധി 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ തോരാതെ പെയ്ത മഴയാൽ വെള്ളത്തിൽ മുങ്ങി. ആ പ്രളയജലത്തിൽ സപ്തർഷികളും രാജാവും മുങ്ങിപ്പൊങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ച് അഭയം പ്രാപിക്കുന്നു. ഭഗവാന്റെ ആജ്ഞപ്രകാരം ഭൂമിദേവി തോണി രൂപത്തിൽ വന്ന് അവരെ രക്ഷിക്കുന്നു. അപ്പോൾ 1,00,000 യോജന നീളമുള്ളതും മത്സ്യാകൃതിയെ ധരിച്ചിരിക്കുന്നവനും തേജസ്സോടു കൂടിയവനുമായ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ആ മത്സ്യത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ തോണി ബന്ധിക്കുന്നു. ഭഗവാൻ ആ തോണിയെ വലിച്ച് മഹർഷി സമൂഹത്തെ പ്രപഞ്ചം മുഴുവൻ ചുറ്റി കാണിക്കുന്നു. പ്രളയം കഴിഞ്ഞപ്പോൾ സപ്തർഷികളെ പൂർവകൽപ്പകാലത്തിലെന്ന പോലെ കൃത്യങ്ങൾ ചെയ്യാൻ പറഞ്ഞയച്ച് ഹയഗ്രീവൻ എന്ന ആ അസുരനെ പിന്തുടർന്നു പോയി വധിച്ച് വേദങ്ങൾ വീണ്ടെടുക്കുന്നു. പിന്നീട് ആ വേദങ്ങൾ ബ്രഹ്മാവിന് കൊടുക്കുന്നു. എല്ലാവരെയും രക്ഷിക്കുന്ന ഭഗവാനെ, എന്നെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 32 മത്സ്യാവതാരം. ശ്ലോകം 1. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വഥിത്സ കില മത്സ്യരൂപം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ, അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ, ഷ്ഠ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. കാണ്ഡകൽപേ എന്നുള്ളത് ണ്ട് എന്നുള്ളത് ണ ഡ എന്നാണ്, ഒട്ട് മൂന്നണ്ട. നിദ്രോന്മുഖ, മുഖ എന്നുള്ളതിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ബ്രഹ്മമുഖാദൃതേഷു,
ബ്രഹ്മമുഖാത് ഹൃദേഷു എന്ന് ചേർത്തെഴുതുമ്പോൾ ധൃ എന്നാവും. നമ്മൾ കുറേ മുന്നേ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചു ബ്രഹ്മ എന്നുള്ളതിൻ്റെ ഉച്ചാരണം മഹ എന്നാണ് വരിക. വേദേഷു അഥിത്സ, വേദേഷു അഥിത്സ. ധി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സ എന്നുള്ളത് ത് സ എന്ന് ചേർത്തിട്ടാണ് ചൊല്ലേണ്ടത്. അവിടെ വിസർഗമുണ്ട്. കില മത്സ്യരൂപം, ഇവിടെ അതുപോലെ സ്യ ത് സ്യ മത്സ്യരൂപം അങ്ങനെ നിർത്താം. പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വഥിത്സ കില മത്സ്യരൂപം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യഥാ കശ്ചന ബാലമീന. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭ എന്നുള്ളതും. നദീജലേ ചേർത്ത് ചൊല്ലുമ്പോൾ നദീജലേ നാന്നൊന്ന് ഊന്നി പറയണം. തർപ്പയത തദാനീം ചേർത്തിട്ട് തർപ്പയതസ്തദാനീം നീട്ടിയിട്ട് മുർക്കം. കരാഞ്ജലൗ ഞാ ജ എന്നാണ്. കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതി ത്വം അദൃശ്യഥാ, അവിടെ വിസർഗമുണ്ട്. ധാ എന്ന് നീട്ടിയിട്ട് വിസർഗം പറയണം. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേർത്തു ചൊല്ലുമ്പോൾ സംജ്വലിതാകൃതി സ്ത്വമദൃശ്യഥാ അങ്ങനെ ചൊല്ലണം. കശ്ചന ശാച്ച എന്നാണ്. കശ്ചന ബാലമീന, അവിടെ വിസർഗം ബ, ബാല ബാലമീന വിസർഗം അങ്ങനെ നിർത്തണം. ഇവിടെ സഞ്ജ്വലിതാകൃതി സ്ത്വമദൃശ്യഥാ അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സത്യവ്രതസ്യ ത്രിമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതി സ്ത്വമദൃശ്യഥാ കശ്ചന ബാലമീന. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.